ഇടുക്കിയിൽ കടബാധ്യതയെ തുടർന്ന് ഏലം കർഷകൻ സ്വയം ചിതയൊരുക്കി ആത്മഹത്യ ചെയ്തു. ഇടുക്കി പൂപ്പാറയിലാണ് സംഭവം. വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേർന്നുണ്ട്. ലെസ്ലി, എങ്ങനെയായിരുന്നു സംഭവം? വിവരങ്ങൾ. സൗമ്യ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇടുക്കി പൂപ്പാറ വട്ടത്തോട്ടിൽ വീട്ടിൽ വിജയൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം 2 ഏക്കർ പാട്ടഭൂമിയിൽ ഏലകൃഷി ചെയ്തുകയായിരുന്നു. വർഷങ്ങളായി ഏലകൃഷി ചെയ്യുന്ന വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഏലകൃഷി ചെയ്യുന്ന കർഷകർ നേരിടുന്ന വലിയ ബുദ്ധിമുട്ട്, വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് ഏല കർഷകർ എത്തിയിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചതിന് ശേഷമാണ് വിജയൻ സ്വന്തം വീട്ടുമുറ്റത്ത് ചിതയൊരുക്കി അതിൽ ആത്മഹത്യ ചെയ്തത്. ചിത കത്തിച്ചുകൊണ്ട് അതിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, വിജയന്റെ സാമ്പത്തിക ബാധ്യത ഉണ്ടാകാൻ മറ്റൊരു കാരണം കൂടി ഉള്ളതായി ആത്മഹത്യാക്കുറിപ്പിൽ സൂചനയുണ്ട്. ഭാര്യയ്ക്ക് ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഘട്ടമാണ്. ഏകദേശം 9 ലക്ഷം രൂപയോളം തനിക്ക് കടമുണ്ട്. അതുകൊണ്ട് താൻ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് പോലീസ് കണ്ടെടുത്തിരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ആത്മഹത്യയെക്കുറിച്ച് പോലീസിന്റെ ഭാഷ്യം ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം വിജയന്റെ അനുജന്റെ വീടിന് സമീപത്ത് ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. ഈ ഉത്സവത്തിന് തന്റെ മകനെയും ഭാര്യയെയും മരുമകനെയും കുട്ടിയെയും വിജയൻ പറഞ്ഞയക്കുകയുണ്ടായി. ഇതിനുശേഷമാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ വിജയൻ വീട്ടുമുറ്റത്ത് കിഴക്ക് ഭാഗത്തായി പാറക്കെട്ടിനോട് ചേർന്ന സ്ഥലത്ത് ചിതയൊരുക്കുകയും കർപ്പൂരം മുതലായ പൂജാതി സാധനങ്ങളെല്ലാം തന്നെ അതിൽ നിക്ഷേപിക്കുകയും ചെയ്തു. തുടർന്ന് ചിതയിൽ കിടന്ന വിജയൻ നേരത്തെ കരുതിയിരുന്ന ഡീസലും പെട്രോളും ശരീരത്തേക്ക് ഒഴിക്കുകയും തുടർന്ന് തീ കൊളുത്തുകയുമാണ് ഉണ്ടായത്. വീട്ടുമുറ്റത്ത് തീ പടർന്നു കണ്ട അയൽവാസിയാണ് വിജയന്റെ മകനെ ഇക്കാര്യം ഫോണിലൂടെ അറിയിച്ചത്. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എന്തോ കത്തുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യം വിളിച്ചറിയിക്കുകയായിരുന്നു. ഇത് വിജയൻ ആത്മഹത്യ ചെയ്തത് ആണ് എന്നുള്ള ധാരണ അയൽവാസികൾക്കും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി പോയി എന്നാണ് അയൽവാസികളും കരുതിയിരുന്നത്. ഇക്കാര്യം അറിഞ്ഞ്, അതായത് വീട്ടിന് മുറ്റത്ത് തീ കത്തുന്നു എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് വിജയന്റെ മകനും ഭാര്യയും മകന്റെ ഭാര്യയും എല്ലാം തന്നെ തിരിച്ച് ഈ വീട്ടിലേക്ക് എത്തുകയും കത്തിയ ഭാഗങ്ങൾ പരിശോധിച്ചപ്പോൾ ചിതയ്ക്കരികിൽ, അതായത് തീ ഇട്ടിരുന്ന ഭാഗത്തിന് സമീപത്തു നിന്നും വിജയന്റെ ചെരുപ്പ് കണ്ടെടുക്കുകയുമാണ് ചെയ്തത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ചിതയ്ക്കുള്ളിൽ വിജയന്റെ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും 2 ദിവസം കഴിഞ്ഞ ഫെബ്രുവരി മാസം 15-ാം തീയതി എഴുതിയ ഒരു ആത്മഹത്യാക്കുറിപ്പും കഴിഞ്ഞ ദിവസം എഴുതിയ മറ്റൊരു ആത്മഹത്യാക്കുറിപ്പും വിജയന്റെ കയ്യിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. എന്തായാലും ഹൈറേഞ്ച് മേഖലയിലെ കാർഷിക പ്രതിസന്ധി നേരിടുന്ന കർഷകന്റെ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കർഷകർ നേരിടുന്നു എന്നുള്ളതിന്റെയും രക്തസാക്ഷി കൂടിയായി മാറിയിരിക്കുകയാണ് വിജയൻ. സൗമ്യ, ലെസ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ കർഷകൻ കടബാധ്യത മൂലം സ്വയം ചിതയൊരുക്കി ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരം മലയൻകീഴിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു. അജിയാണ് കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി ദിനകർ ചേർന്നുണ്ട്. ദിനകർ, വിശദാംശങ്ങൾ. തിരുവനന്തപുരം മലയൻകീഴ് കുന്നുംപാറ തേജസ് ഭവനിൽ അജിയാണ് ആത്മഹത്യ ചെയ്തത്. ഇയാൾക്ക് നരുവാമൂട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 3 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. ബാങ്ക് അധികൃതർ ഈ കടം തിരികെ അടയ്ക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്. വാഴകൃഷിയായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ജപ്തി ഭീഷണി നേരിടുന്ന പശ്ചാത്തലത്തിലായിരുന്നു ആത്മഹത്യ എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. പണം അടച്ചില്ല എങ്കിൽ കോടതിയിൽ എത്തേണ്ടി വരും എന്ന് ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ കോടതി കയറേണ്ടി വരും എന്ന് ചൂണ്ടിക്കാട്ടി ബാങ്ക് അധികൃതർ നോട്ടീസ് നൽകുകയായിരുന്നു. മലയൻകീഴ് നരുവാമൂട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നുമാണ് അജി 3 ലക്ഷം രൂപയുടെ കൃഷി വായ്പ എടുത്തിരുന്നത്. ഇത് 2011 എടുത്ത വായ്പയായിരുന്നു. കുറെ പണം അടച്ചുവെങ്കിലും പിന്നീട് ഉള്ളത് അടയ്ക്കാൻ കഴിഞ്ഞില്ല. കൃഷി നഷ്ടം മൂലം അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്ന് ബാങ്ക് പണം തിരികെ അടച്ചില്ല എങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് ബാങ്ക് നോട്ടീസ് നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് മാനസിക വ്യതയെ തുടർന്നാണ് അജി ആത്മഹത്യ ചെയ്തത്. സംഭവത്തെ തുടർന്ന് നാട്ടുകാർ നരുവാമൂട് സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ബാങ്ക് അധികൃതർക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാർ ഒന്നടങ്കം ഇപ്പോൾ ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. അജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി.
സൗമ്യ. ദിനകർ, വലിയ പ്രതിഷേധം കൂടി ഉയർന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരുപക്ഷെ കർഷക ആത്മഹത്യ സജീവമായ ഒരു ചർച്ചയാകുന്ന പശ്ചാത്തലത്തിൽ കൂടി ഇത്തരം വിഷയങ്ങളൊക്കെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ നാട്ടുകാർ? സൗമ്യ, കാർഷിക മേഖല, പല കാർഷിക മേഖലയും ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. കർഷകർക്ക് സ്വാഭാവികമായും എടുത്തിട്ടുള്ള ബാങ്കുകളിൽ നിന്നും മറ്റും എടുത്തിട്ടുള്ള കടം തിരികെ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നു. പല മേഖലയിലും കാർഷിക വിലത്തകർച്ച മൂലം കർഷകർ നഷ്ടം തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ട്. പല ബാങ്കുകളും ഇത്തരത്തിൽ കർഷകർക്ക് നേരെ ഭീഷണി ഉയർത്തുന്നുമുണ്ട്. പണം തിരികെ അടയ്ക്കാത്തത് മൂലം ഭീഷണി ഉയർത്തുന്നുമുണ്ട്. ബാങ്കിൽ നിന്നും എടുത്ത ലോൺ തിരികെ അടയ്ക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു അജിക്ക്. എന്നാൽ തിരികെ അടയ്ക്കാൻ പണമില്ലാത്ത സാഹചര്യത്തിലാണ് മാനസിക വ്യഥയെ തുടർന്ന് അജി ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചത് എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. ഇതിനെതിരെയാണ് നാട്ടുകാർ ശക്തിയായി പ്രതിഷേധിക്കുന്നത്. ബാങ്ക് അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന ആവശ്യമാണ് നാട്ടുകാർ ഒന്നടങ്കം ഉയർത്തുന്നത്. സൗമ്യ, ദിനകർ, പലപ്പോഴും ബാങ്കുകൾ പണമടയ്ക്കുന്ന സാഹചര്യത്തിലൊക്കെ ഭീഷണിയുടെ സ്വരത്തിലേക്കുമൊക്കെ തന്നെ പ്രശ്നങ്ങൾ പോകാറുണ്ട്. ഒരു പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വലിയൊരു പ്രതിഷേധം ഉയരുന്ന സമയത്ത് അങ്ങനെയുള്ള ആരോപണങ്ങളുണ്ടോ? സൗമ്യ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ശക്തമായ നടപടി വേണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. അജിക്ക് ഭാര്യയും 2 ചെറിയ കുട്ടികളുമാണ് ഉള്ളത്. വാഴകൃഷിക്ക് വേണ്ടിയായിരുന്നു അജി വായ്പ എടുത്തത്. കുറെ പണം അടച്ചുവെങ്കിലും പിന്നീട് കൃഷി നഷ്ടം മൂലം വായ്പ അടയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ടായിരുന്നു. നേരത്തെ കാർഷിക വായ്പകൾക്ക് സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അത് പ്രാബല്യത്തിലില്ല. അതുകൊണ്ട് തന്നെ കിട്ടാക്കടം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പണം തിരിച്ചു പിടിക്കാനുള്ള നടപടികളുമായി പല ബാങ്കുകളും മുന്നോട്ട് പോകുന്നത് കർഷകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സൗമ്യ, ദിനകർ, ഈ ഒരു വിഷയത്തിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ വലിയ കടക്കടിയിലായിരുന്നു അജി. അത്തരം കാര്യങ്ങളൊക്കെ കുടുംബക്കാരൊക്കെ എന്താണ് പറയുന്നത്? സൗമ്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2011 വാഴകൃഷിക്ക് വേണ്ടി അജി വായ്പ എടുക്കുന്നത്. നരുവാമൂട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നുമായിരുന്നു വായ്പ എടുത്തത്. ഇത് മുടങ്ങാതെ ഒരു പരിധിവരെ തുടക്കകാലത്ത് അടയ്ക്കാൻ സാധിച്ചെങ്കിലും പിന്നീട് വായ്പ മുടങ്ങുന്ന അവസ്ഥ സംജാതമായി. ഈ സാഹചര്യത്തിലാണ് ബാങ്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയത്. വായ്പ തിരിച്ച് അടച്ചില്ല എങ്കിൽ വീട് ജപ്തി ചെയ്യും എന്ന് ആയിരുന്നു നോട്ടീസിലെ ഉള്ളടക്കം. നോട്ടീസ് കൈപ്പറ്റിയ ശേഷം അജി തീർത്തും വിഷണ്ണനായിരുന്നു എന്നാണ് നാട്ടുകാരും ഒപ്പം ബന്ധുക്കളും പറയുന്നത്. ഇതേ തുടർന്നാണ് അജി ആത്മഹത്യ ചെയ്തത്. പണം തിരികെ അടയ്ക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് ആത്മഹത്യയിലേക്ക് അജി കൊണ്ടുവന്നെത്തിച്ചത്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 1:30 നാട്ടിലേക്ക് കൊണ്ടുപോയി ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി നരുവാമൂട് സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ ഒത്തിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സൗമ്യ, ദിനകർ, ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയ സാഹചര്യത്തിൽ നേരത്തെ ഉള്ള ഇത്തരം പ്രശ്നങ്ങൾ ഒരുപക്ഷെ നാട്ടുകാർ പറയുന്നത് പോലെ തന്നെ ഭീഷണിയുടെ സ്വരം അടക്കമുള്ള കാര്യങ്ങൾ ബാങ്കിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം അധികൃതരെ അറിയിക്കാനോ, പ്രത്യേകിച്ച് നമുക്കറിയാം കർഷകരെ സംരക്ഷിക്കുന്നതിനായി ഒരുപാട് നിയമങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതിനായി പല ഘട്ടങ്ങളിലായി പണം മാറ്റിവെക്കുമെന്ന വാഗ്ദാനങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ആരെങ്കിലും ധരിപ്പിക്കുകയോ ഒക്കെ ചെയ്തിരുന്നോ അജി? സൗമ്യ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുഹൃത്തുക്കളുടെ അടുത്തൊക്കെയും തന്റെ വിഷമം അജി പങ്കുവെക്കാറുണ്ടായിരുന്നു. എന്നാൽ പോലും ഇത്ര വലിയൊരു തുക ആയതുകൊണ്ട് തന്നെ കൃഷി നഷ്ടം വന്ന സാഹചര്യത്തിൽ അത് തിരികെ അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ബാങ്കിൽ നിന്നും നോട്ടീസ് കിട്ടിയ കാര്യവും സുഹൃത്തുക്കളുമായി ഇദ്ദേഹം പങ്കുവച്ചിരുന്നു. എന്നാൽ പിന്നീട് ആണ് ഇത്തരം ഒരു ആത്മഹത്യയിലേക്ക് അജിയെ കൊണ്ടുവന്നെത്തിച്ചത്. തീർത്തും പണം അടയ്ക്കാൻ, വായ്പ തിരികെ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ അജി എത്തുകയായിരുന്നു. സൗമ്യ, ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. മലയൻകീഴിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു. അജിയാണ് കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്.
ഇടവേളയുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ നിന്ന് JDU ഇറങ്ങിപ്പോയി. ഒരു സീറ്റ് അധികം നൽകണമെന്ന ആവശ്യം കോൺഗ്രസ് തള്ളിയതിനെ തുടർന്നാണ് JDU ഇറങ്ങിപ്പോയത്. JDUവിന് അനുവദിച്ച സീറ്റ് കോൺഗ്രസിന് എടുക്കാമെന്ന് JDU നേതാക്കൾ ചർച്ചയിൽ പറഞ്ഞു. വിജയസാധ്യതയുള്ള സീറ്റിനെ ചൊല്ലി RSPയുമായുള്ള ചർച്ചയും പരാജയപ്പെട്ടു. സീറ്റ് മാറ്റി നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചതിനെ തുടർന്നാണ് ചർച്ച പരാജയപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ആവർത്തിച്ച് ഉഭയകക്ഷി ചർച്ചകൾ അലസിപ്പിരിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. JDU നേതാക്കൾ പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല. എന്തൊക്കെയാണെന്ന് സംഭവിച്ചത്? സൗമ്യ, ഇന്ന് പ്രധാനമായും JDUവുമായും അതോടൊപ്പം തന്നെ RSPയുമായിട്ടാണ് ഉഭയകക്ഷി ചർച്ചകൾ നടന്നത്. ഇതിൽ ആദ്യം തന്നെ JDUവുമായുള്ള ചർച്ച ഉടക്കിപ്പിരിയുകയായിരുന്നു. അവർ പ്രധാനമായും ഇന്നത്തെ ചർച്ചയിൽ മുന്നോട്ട് വെച്ചത് സീറ്റുകൾ വെച്ചുമാറണം എന്നുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു. മട്ടന്നൂർ, എലത്തൂർ, നേമം എന്നീ മണ്ഡലങ്ങൾ തങ്ങൾക്ക് മാറ്റി നൽകണം എന്നൊരു ആവശ്യമാണ് അവർ പ്രധാനമായും വെച്ചത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. എന്നാൽ ഇതിൽ ഒരു സീറ്റെങ്കിലും നിയമം മാറി കോവളം നൽകുകയാണെങ്കിൽ ഈ ചർച്ച ഒരു സമവായത്തിൽ എത്തിയേനെ. കോവളം എന്ന സീറ്റിന്റെ കാര്യത്തിലും കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചതോടെയാണ് ചർച്ച വഴിമുട്ടിയത്. ഇതേ തുടർന്ന് അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ 7 സീറ്റുകളും JDUവിന് അനുവദിച്ചിട്ടുള്ള 7 സീറ്റുകളിലും കോൺഗ്രസ് തന്നെ മത്സരിക്കൂ എന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് നേതാക്കളോട് വീരേന്ദ്രകുമാർ അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കിയത്. ഇതേ തുടർന്ന് അവർ പ്രതിഷേധിച്ചുകൊണ്ട് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇനിയുള്ള ചർച്ചകൾ ഇനിയുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറല്ല എന്നൊരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ JDU നേതാക്കൾ ഉഭയകക്ഷി ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഇനി ചർച്ചകൾ എന്തെങ്കിലും ആകണമെങ്കിൽ അത് ദില്ലിയിൽ വെച്ചാകാം എന്നാണ് നേതാക്കൾ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് പോലും. ഇതിനുശേഷമാണ് RSPയുമായുള്ള ഉഭയകക്ഷി ചർച്ച നടന്നത്. ഇതിലും പ്രധാനമായും പരാജയപ്പെടുന്ന വിജയസാധ്യത ഇല്ലാത്ത സീറ്റുകളാണ് തങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. വിജയസാധ്യത ഇല്ലാതെ നൽകിയിട്ടുള്ള ആറ്റിങ്ങൽ, മാവേലിക്കര തുടങ്ങിയ മണ്ഡലങ്ങൾ തങ്ങൾക്ക് മാറ്റി നൽകണം എന്നൊരു ആവശ്യമാണ് അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഇത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. അതോടൊപ്പം തന്നെ 6 സീറ്റ് വേണം എന്നുള്ളൊരു ആവശ്യം അംഗീകരിക്കാനും കോൺഗ്രസ് തയ്യാറായില്ല. RSPക്ക് 5 സീറ്റ് മാത്രമേ നൽകാൻ സാധിക്കൂ എന്നുള്ള നിലപാടിൽ കോൺഗ്രസും ഉറച്ചു നിന്നു. ഈ സാഹചര്യത്തിലാണ് RSPയുമായുള്ള ചർച്ചയും പരാജയപ്പെട്ടത്. ഏതായാലും ഈ ഇരു കക്ഷികളുമായുള്ള ചർച്ചകൾ ഇനിയും തുടരും എന്നൊരു നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. തിങ്കളാഴ്ച കേരള കോൺഗ്രസ് എമ്മുമായും ജേക്കബ് വിഭാഗവുമായുള്ള ചർച്ചയും ഇനി അവശേഷിക്കുന്നുണ്ട്. ഇതിനുശേഷമാകും നേതാക്കൾ ദില്ലിക്ക് പോവുക. ദില്ലിയിൽ വെച്ചാകും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനങ്ങൾ ഉണ്ടാവുക. സൗമ്യ. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. കോൺഗ്രസിന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയായ VM സുധീരൻ 4 തവണയിൽ കൂടുതൽ മത്സരിച്ച് ജയിച്ചവരുടെ കാര്യം ചർച്ച ചെയ്തില്ലെന്നും പഴയ പട്ടികയിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടില്ലെന്നും സുധീരൻ പ്രതികരിച്ചു. പൊതുവെ ഇതുവരെ കിട്ടിയ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് KPCCക്ക് ലഭ്യമായ പേരുകളൊക്കെ ചർച്ച ചെയ്ത് കുറച്ച് കുറവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ അധികം കുറയ്ക്കാൻ പോയിട്ടില്ല. ഇനി ഇത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വെച്ചിട്ട് അവിടെ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ കൂടി ചേർത്തായിരിക്കും സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വേണ്ടി സമർപ്പിക്കും. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂരിനെതിരെ അങ്കമാലിയിൽ പോസ്റ്ററുകൾ. ഓട്ടോയിൽ കയറാൻ പോലും ആളില്ലാത്ത പാർട്ടിയുമായി വന്ന് MLA ആകാൻ അനുവദിക്കില്ലെന്നും ഭയപ്പെടുത്തി സീറ്റ് വാങ്ങി മത്സരിക്കാമെന്ന് ഘടകകക്ഷികൾ നോക്കേണ്ട എന്നുമാണ് സേവ് കോൺഗ്രസിന്റെ പേരിലുള്ള പോസ്റ്ററിൽ പറയുന്നത്. അങ്കമാലി സീറ്റിനെ ചൊല്ലി UDFൽ തർക്കം ശക്തമാകുന്ന വേളയിലാണ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂരിനെതിരെ പോസ്റ്ററുകൾ പ്രചരിക്കുന്നത്. ഓട്ടോയിൽ കയറാൻ പോലും ആളില്ലാത്ത പാർട്ടിയുമായി വന്ന് അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ അതിന് അനുവദിക്കില്ല എന്നാണ് സേവ് കോൺഗ്രസിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ പറയുന്നത്. അങ്കമാലി, ഇത് വിമോചന സമരത്തിന്റെ നാട്, കോൺഗ്രസിന്റെ ഉറച്ച മണ്ണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെ അവഗണിച്ചാൽ വലിയ വില നൽകേണ്ടി വരുമെന്നും പോസ്റ്ററിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഘടകകക്ഷികളുടെ കയ്യിൽ നിന്ന് അങ്കമാലി സീറ്റ് ഏറ്റെടുക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് ആവശ്യപ്പെടുന്ന പോസ്റ്ററിൽ ഭയപ്പെടുത്തി അങ്കമാലി സീറ്റിൽ മത്സരിക്കാമെന്ന് ഘടകകക്ഷികൾ വിചാരിക്കേണ്ട എന്നും കോൺഗ്രസിന്റെ മണ്ണ് കണ്ട് ഘടകകക്ഷികൾ കൊതിക്കേണ്ട എന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7170 വോട്ടിന് ജനതാദൾ എസ് നേതാവ് ജോസ് തെറ്റേലിനോട് പരാജയപ്പെട്ടെങ്കിലും ഈ സീറ്റ് കിട്ടിയേ തീരൂ എന്ന കടുംപിടുത്തമാണ് ജോണി നെല്ലൂരിനുള്ളത്. എന്നാൽ NSU ദേശീയ പ്രസിഡന്റ് റോജി M ജോണിന് സീറ്റ് നൽകണം എന്ന ആവശ്യത്തിൽ കോൺഗ്രസ് നേതാക്കളും ഉറച്ചു നിൽക്കുകയാണ്. റോജി M ജോണിന് വേണ്ടി അണികൾ അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട്. അങ്കമാലി സീറ്റിനെ ചൊല്ലിയുള്ള UDFലെ ചർച്ച അന്തിമഘട്ടത്തോടടുക്കുമ്പോഴാണ് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് പോസ്റ്ററുകൾ വ്യാപകമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് AKG സെന്ററിൽ ചേരും. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമാകാത്ത മണ്ഡലങ്ങളിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും. ജില്ലാ കമ്മിറ്റികളും സെക്രട്ടേറിയറ്റുകളും പരിശോധിച്ച ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സമർപ്പിച്ച പട്ടികയാണ് ഇന്ന് പരിശോധിക്കുക. CPIM മത്സരിക്കുന്ന ഭൂരിപക്ഷം മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനം ആയിരുന്നു.
വിവാദ ഉത്തരവുകൾ LDF അധികാരത്തിൽ വന്നാൽ റദ്ദ് ചെയ്യുമെന്ന് VS അച്യുതാനന്ദൻ. കരുണ അടക്കമുള്ള എല്ലാ കരാറുകളും റദ്ദാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് 5 ലക്ഷത്തോളം ഏക്കർ സ്ഥലമാണ് നഷ്ടപ്പെടണമെന്ന് പറയണം. UDF ഗവൺമെന്റിന്റെ ഉമ്മൻചാണ്ടിയുടെ എല്ലാം പരിഷ്കാരങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അതെല്ലാം പൊളിച്ചു നീക്കും. ഫാദർ ടോം മുഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയത് IS ഭീകരർ എന്ന് കേന്ദ്ര സർക്കാരിന്റെ സ്ഥിരീകരണം. കേന്ദ്രമന്ത്രി സുഷമ സ്വരാജാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മാർച്ച് 4-നാണ് ഫാദറിനെ യമനിൽ നിന്നും കാണാതായത്. ഫാദറിനെ സുരക്ഷിതമായി തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമം തുടരുകയാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 4-ാം തീയതി തെക്കൻ യമനിലെ ഏദനിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സമൂഹം നടത്തുന്ന വൃദ്ധസദനത്തിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനിടെയാണ് വൈദികൻ ടോം ഉഴുന്നലിനെ കാണാതായത്. ആക്രമണത്തിൽ 4 കന്യാസ്ത്രീകൾ ഉൾപ്പെടെ 16 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിന് ശേഷം കാണാതായ ഫാദർ ടോം ഉഴുന്നലിനെ IS തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയതാണെന്ന് അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് വഴിയാണ് ഇക്കാര്യം അറിയിച്ചത്. അദ്ദേഹത്തെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും സുഷമ സ്വരാജ് അറിയിച്ചു. എന്നാൽ അദ്ദേഹത്തെ എവിടെയാണ് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അയൽരാജ്യമായ ജിബൂട്ടിയിലെ എംബസി വഴിയാണ് ഇന്ത്യ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഹൈദരാബാദ് സർവകലാശാലയിൽ അരങ്ങേറിയത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികളെന്ന് തെളിയുന്നു. VC ചുമതലയേൽക്കുന്ന ദിവസം അപ്പാറാവു സഹായികൾക്ക് നൽകിയ മാർഗനിർദ്ദേശ പത്രിക പുറത്തായി. ചുമതല ഏറ്റാൽ ഉടൻ MP അറിയിക്കണമെന്നാണ് പത്രികയിലെ നിർദ്ദേശം. ആവശ്യമായ പോലീസ് സേനയെ വിന്യസിക്കണമെന്നും മുൻകൂട്ടി നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാരും അപ്പാറാവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ പീപ്പിൾ TVക്ക് ലഭിച്ചു. ദളിത് വിദ്യാർത്ഥിയുടെ മരണത്തിന് ഉത്തരവാദിയായ അപ്പാറാവു വീണ്ടും VCയായി ചുമതലയേറ്റെടുത്തത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പീപ്പിൾ TVക്ക് ലഭിച്ചത്. ചുമതലയേൽക്കുന്ന സമയത്ത് നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് സർവകലാശാല ബോർഡ് അംഗങ്ങൾക്കും പേഴ്സണൽ അസിസ്റ്റന്റ് കൃഷ്ണപ്രസാദിനും നൽകിയിരിക്കുന്ന നിർദ്ദേശപത്രികയിലാണ് കേന്ദ്ര സർക്കാർ പിന്തുണ വ്യക്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 22-ന് ചുമതലയേൽക്കുന്നതിന് മുമ്പ് MPയും കേന്ദ്ര തൊഴിൽ മന്ത്രിയുമായ ബന്ദാരു ദത്താത്രേയോട് ചുമതല ഏറ്റെടുക്കുന്ന കാര്യം ഫോണിലൂടെ അറിയിക്കാനാണ് അപ്പാറാവു നിർദ്ദേശിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ പ്രതിഷേധമുയർത്തിയാൽ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാൻ ആവശ്യപ്പെടാനും പേഴ്സണൽ അസിസ്റ്റന്റ് കൃഷ്ണപ്രസാദിനോട് അപ്പാറാവു നിർദ്ദേശിച്ചു. ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്താൽ ഇമെയിൽ മുഖാന്തരം ആദ്യം MP അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്ഥാനം ഏറ്റെടുക്കുന്നതിനായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ രജിസ്ട്രാർക്കും ബോർഡ് അംഗങ്ങൾക്കും നിർദ്ദേശം നൽകി. ഹൈദരാബാദിൽ അരങ്ങേറിയ സംഭവങ്ങളിൽ യാതൊരു പങ്കുമില്ലെന്നാണ് തെലങ്കാന സർക്കാർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചത്. എന്നാൽ VC അപ്പാറാവും കേന്ദ്ര സർക്കാരും തമ്മിൽ കണക്കുകൂട്ടി നടപ്പാക്കിയ പദ്ധതിയാണ് സർവകലാശാലയിൽ അരങ്ങേറിയതെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.